Greetings in the wonderful name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. It's such a blessing and honor for me to be with you today. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. I believe this is God ordained time. ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. The Bible says that He knew us even before we were conceived in the womb of our mothers. അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുന്നമേ നമ്മെ അറിഞ്ഞവനാണ് നമ്മുടെ ദൈവം വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നത്. And God knows everything about us. നമ്മെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സർവശക്തനായ ദൈവം അറിയുന്നു. He is Alpha and Omega. അവിടുന്ന് ആൽഫയും ഒമേഗയുമാകുന്നു. He is the beginning and end. അവിടുന്ന് ആദിയും അന്തവുമാകുന്നു. Let me say like this. ഞാൻ ഇങ്ങനെ പറയട്ടെ. He knows the end even before the beginning. അവൻ ആരംഭത്തിന് മുന്നമേ അവസാനം അറിയുന്നവനാണ്. And so He knows in His divine purpose of our lives, He knows that today we will be together. നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ നാം ഒന്നിച്ച് ഇന്ന് ആയിരിക്കണമെന്നുള്ള കാര്യം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. So it is no coincidence, it is not by an accident that we are sitting together today. നാം ഇന്ന് ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെയാണെങ്കിലും നാം ഒന്നിച്ച് ആയിരിക്കുന്നത് യാദൃച്ഛികമല്ല. God has a plan and a purpose out of your life. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. So pray that God will speak to you today as we listen to the word of God. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ ആയിരിക്കും. I really want to thank you for tuning in today. ഇന്ന് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നതിൽ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. Thank you for being part of Jesus family. ജീസസ് ഫാമിലിയുടെ അംഗമായിരിക്കുന്നതിൽ ഭാഗമായിരിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രത്യേകമായി I welcome you into this family of Jesus Christ. യേശു കർത്താവിന്റെ ഈ വലിയ കുടുംബത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. We are part of one family because we are purchased by the blood of Jesus Christ. നാം ഒരു ഒരേ കുടുംബത്തിന്റെ അംഗങ്ങളാകുന്നു, കാരണം നാം യേശു കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. And as I say always, let me say this again, this is the day that the Lord has made and we will rejoice. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ആകയാൽ നാം ആനന്ദിച്ച് സന്തോഷിക്കുക. God will give you a reason to rejoice. ദൈവം നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള വക നൽകുന്ന ദൈവമാണ്. No matter what you are going through, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഏതാണെങ്കിലും പ്രശ്നമില്ല. everything might be looking insecure and uncertain in front of you today. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ കാര്യങ്ങളൊക്കെയും അനിശ്ചിതത്വം നിറഞ്ഞതായിരിക്കാം, ആകുലതകൾ നിറഞ്ഞതായിരിക്കാം. You don't see a ray of hope in your life. ഒരുപക്ഷെ നിങ്ങൾ പ്രത്യാശയുടെ കിരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നില്ലായിരിക്കാം. But believe that God is going to give you reasons to celebrate and rejoice. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാനുള്ള വക നൽകുന്ന ദിവസമായിരിക്കുമെന്ന്. As a leader of Indian Evangelical Team, I want to thank you for your love, your prayers and your generosity. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ സഹകരണത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. Let us together bring smiles into the lives of people. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അനേകരുടെ ജീവിതത്തിൽ സന്തോഷത്തെ നൽകുവാനായി ഒന്നിച്ച് ശ്രമിക്കാം. Last 2 weeks we saw about Elijah and Elisha. കഴിഞ്ഞ 2 ആഴ്ചകളായി ഏലിയാവിന്റെയും എലീശയുടെയും ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയായി. We have been walking this journey with them. അവരോടൊപ്പം നാം ഈ യാത്ര തുടരുകയായിരുന്നു. Elijah was a man of God. ഏലിയാവ് ദൈവ പുരുഷനായ ഒരു മനുഷ്യനായിരുന്നു. He was the voice of God. അവൻ ദൈവത്തിന്റെ ശബ്ദമായി മാറി. And Elisha was mentored by Elijah. എലീശയുടെ മെന്റർ ആയിരുന്നു ഏലിയാവ്. And Elisha worked under Elijah for many years. എലീശ ഏലിയാവിന്റെ കീഴിൽ അനേക വർഷങ്ങളായി ശുശ്രൂഷ ചെയ്തു പോന്നു. Without any condition, without any kind of complaints, he worked and he served his master Elijah. പരാതികളില്ലാതെ വ്യവസ്ഥകളില്ലാതെ തന്റെ യജമാനനായ ഏലിയാവിനെ അവൻ ദീർഘനാൾ സേവിച്ചു പോന്നു. And that is why Elisha received double portion blessing in his life. അതുകൊണ്ടാണ് നാം പിന്നീട് കാണുന്നത് എലീശയുടെ ജീവിതത്തിൽ ഏലിയാവിന്റെ അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചതായിട്ട്. Do you want a double portion of blessing in your life? നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് ആവശ്യമുണ്ട്. Do you want to see the heavens being opened for you with showers of blessing? അതെ, അനുഗ്രഹ പൊഴിച്ചുകൊണ്ട് സ്വർഗം നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്ന നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുവോ? Then we got to be people who will follow Jesus unconditionally. അതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ യേശു കർത്താവിനെ വ്യവസ്ഥകളൊന്നും കൂടാതെ സേവിക്കുന്നവരായി തീരണം. Let us not serve Jesus or let us not be disciples of Jesus because he will bless us, because he is going to open doors for us.
നമുക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറക്കുന്നത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നാം കർത്താവിനെ പിൻപറ്റുന്നവരായി തീരരുത്. No matter what, I will serve Jesus unconditionally. ഒരു വ്യവസ്ഥയും കൂടാതെ അവിടെ കർത്താവിനെ സേവിക്കുന്നവരായി നമുക്ക് തീരണം. So we have been studying the second chapter of the Second Kings. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. So we saw they were in Gilgal. അവർ ഇപ്പോൾ ഗിൽഗാലിലാണെന്നുള്ളത് നാം കണ്ടു. And then we saw that both of them walked together to Bethel. അവർ ഗിൽഗാലിൽ നിന്നും ബേഥേലിലേക്ക് പോകുന്നതായിട്ട് നാം കണ്ടു. What is Gilgal? Gilgal is the place where your reproach, your past experience will be wiped away and you will be ready for a new journey in your life. ഗിൽഗാൽ എന്താണ് നമ്മെ കാണിക്കുന്നത്? ഗിൽഗാൽ പറയുന്നത് നമ്മുടെ കഴിഞ്ഞകാല ദുരനുഭവങ്ങൾ, കഴിഞ്ഞകാല നിന്ദകൾ, പരിഹാസങ്ങളെ നീക്കി നാം മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. And then we saw Bethel. Bethel means a place where we will make new decisions for our God, and it's a place of which is known as house of God. ബേഥേൽ എന്താണ് നമ്മെ കാണിക്കുന്നത്? ബേഥേൽ എന്ന് പറയുന്നത് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതും ദൈവത്തിന് വേണ്ടി മുന്നേറുന്നതിനെയും കുറിച്ചാണ്. And so we saw in last episode that Elisha came to Bethel and there were a lot of sons of disciples who tried to discourage him and who stopped him from going forward. കഴിഞ്ഞ ആഴ്ച നാം ഇങ്ങനെ കാണുവാനിടയായി, ബേഥേലിലേക്ക് എലീശ എത്തിച്ചേർന്നപ്പോൾ അവന്റെ പ്രവാചക ശിഷ്യന്മാരിൽ ചിലർ അവനെ വളരെയധികം നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നതായിട്ട്. But he made a decision in Bethel. എന്നാൽ അവൻ അവിടെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. He ignored what the others were saying. തന്റെ ചുറ്റുമുള്ളവർ പറയുന്നതിനെ ഒക്കെയും അവൻ അവഗണിച്ചു He കളഞ്ഞു. did not give ears to all they were saying. അവർ പറയുന്നതിനൊന്നും അവൻ ചെവി കൊടുത്തില്ല. But he made a decision, he made a determination that no matter what, I will walk with my master. അവൻ ഒരു തീരുമാനമെടുത്തിരുന്നു, എന്തെല്ലാം വന്നാലും ഞാൻ എൻ്റെ യജമാനനെ അതിന്റെ അവസാനം വരെയും പിൻപറ്റും. So in verse 4 we see again, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. then Elijah said to Elisha. അപ്പോൾ ഏലിയാവ് അവനോട് പറഞ്ഞത്. So now there is again a conversation happening between Elijah and Elisha in the town of Bethel. ഇപ്പോൾ ബേഥേലിൽ വെച്ച് ഏലിയാവും എലീശയും തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ്. And Elijah is saying to him, ഇവിടെ ഏലിയാവ് എലീശയോട് പറയുന്നു, stay here please, for the Lord has sent me on to Jericho. നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ എരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. So now you see they walked from Gilgal. In Gilgal also Elijah said the same thing. You stay back in Gilgal. ഗിൽഗാലിലായിരുന്നപ്പോഴും ഏലിയാവ് എലീശയോട് പറഞ്ഞു, നീ ഇവിടെ താമസിച്ചു കൊള്ളുക എന്ന്. But Elisha said, no, I'm coming with you. എന്നാൽ എലീശ പറഞ്ഞത്, ഞാൻ അങ്ങനെ സംഭവിക്കുകയില്ല, ഞാൻ നിന്നോടൊപ്പം വരികയാണ്. And they walked all the way to Bethel. അവര് ബേഥേൽ വരെയും പിന്നെയും നടന്നു. And when they came to Bethel, again Elijah says, see my son, there's no point in coming with me because I'm going to be taken up. You stay back in Bethel. പിന്നെ അവർ ബേഥേലിൽ എത്തിച്ചേർന്നപ്പോൾ ഏലിയാവ് വീണ്ടും എലീശയോട് പറയുന്നു, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, നീ എന്നെ പിന്തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന്. Because God is going to take me up in the chariots of fire. അതെ, ദൈവം എന്നെ അഗ്നിരഥങ്ങളിൽ എടുക്കപ്പെടുവാനായി ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. So it was not only Elijah who was requesting him to stay back, but there were others also who were discouraging him in Bethel. ഏലിയാവ് അവനോട് ഇവിടെ താമസിച്ചു കൊള്ളുവാൻ പറയുക മാത്രമല്ല, കൂടെയുള്ള ആൾക്കാരും എലീശയെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞു. But then he made a decision, no matter what happens, I will come with you. എന്നാൽ അതൊന്നും ഗണ്യമാക്കാതെ എലീശ പറയുന്നു, എങ്കിലും ഞാൻ നിന്നെ അനുഗമിക്കുകയാണ്. So now Elijah says, okay, we have come to Bethel, now I'm going to Jericho. God is calling me to Jericho. You stay back here. ഇപ്പോൾ ബേഥേലിൽ എത്തിയപ്പോൾ ഏലിയാവ് പറയുകയാണ്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, ഞാൻ എരിഹോവിലേക്ക് പോകുകയാണ്. No, but Elisha has already made a decision. എന്നാൽ എലീശ മുന്നമേ തീരുമാനമെടുത്തിരുന്നു. No matter what it will cost me, I am going to walk with you all these days. എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചാലും ഞാൻ നിന്നോടൊപ്പം, ഏലിയാവിനോടൊപ്പം, തന്റെ യജമാനനോടൊപ്പം അവസാനം വരെയും പിന്തുടരുമെന്ന ഒരു തീരുമാനമെടുത്തിരുന്നു. I'm not worried about my gains or my losses, but I will never leave you. എന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് ഞാൻ കണക്കിടുന്നില്ല, ഞാൻ നിന്നെ അവസാനം വരെയും പിന്തുടരും. I don't care what people talk about me, what people make fun of me, but I am going to follow you as long as I can.
ആളുകൾ എന്നെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എന്ത് വന്നാലും ഞാൻ നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും. Elisha is teaching us an important lesson. എലീശ നമ്മെ ഒരു പ്രധാന പാഠം പഠിപ്പിക്കുകയാണ്. Elisha is saying, no matter what situation you may be in, no matter how much sacrifices you have to make, no matter how much price you have to pay, we got to follow Jesus and walk with him diligently. എലീശ നമ്മെ പഠിപ്പിക്കുന്നത് എന്തെല്ലാം വില നമുക്ക് കൊടുക്കേണ്ടി വന്നാലും എന്തെല്ലാം നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നാം യേശു കർത്താവിനെ പിൻപറ്റുവാൻ ഇറങ്ങിത്തിരിച്ചവരാണെങ്കിൽ അവനെ അവസാനം വരെയും പിന്തുടരേണ്ടത് ആവശ്യമാണ്. So when Elijah said, you stay back in Jericho, ഏലിയാവ് എലീശയോട് നീ ബഥേലിൽ താമസിക്കുവാൻ പറഞ്ഞപ്പോൾ Elisha is saying, no master, I'm not going to stay back here. എലീശ പറയുകയാണ് അത് സംഭവിക്കുകയില്ല എന്ന്. I am not going to stop halfway. ഞാൻ പകുതി വഴിയിൽ എൻ്റെ യാത്ര But അവസാനിപ്പിക്കുകയില്ല. I am called to complete my race. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. So he says, I'm coming with you to Jericho. അവിടെ വെച്ച് എലീശ പറയുകയാണ് ഞാൻ നിന്നോടൊപ്പം എരിഹോവിലേക്ക് വരികയാണ്. My brothers and sisters, എൻ്റെ പ്രിയ സഹോദര സഹോദരി, I want to remind you that like Elisha, we should be the people who will run our race to the place that God has called us to. ഞാൻ നിങ്ങളോട് പറയട്ടെ, എലീശയെ പോലെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തൻ്റെ ഓട്ടം അതിൻ്റെ അവസാനം വരെയും എത്തിച്ചേരുവാനായി സ്ഥിരോത്സാഹത്തോടെ ആയിരിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കട്ടെ. We should not stop in halfway. നാം പകുതി വഴിയിൽ നമ്മുടെ ശ്രമം നമ്മുടെ ദൗത്യം ഉപേക്ഷിക്കരുത്. In Genesis chapter 11 we read about a man called Terah. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ തേരഹിനെ കുറിച്ച് നാം വായിക്കുന്നു. He was all set to go to Canaan. അവൻ കനാനിലേക്ക് പോകുവാനായി എല്ലാം തയ്യാറെടുപ്പുകൾ എടുത്തു. But what happened? Halfway he came to a city called Haran. എന്നാൽ അവൻ ഹാരാനിൽ എത്തിയപ്പോൾ He stopped there. അവൻ അവിടെ താമസിക്കുവാനിടയായി. He did not continue his journey to Canaan. അവന് കനാനിലേക്ക് പോകുവാനായി മനസ്സ് വന്നില്ല. A man who was set to go to Canaan, കനാനിലേക്ക് പോകുവാൻ ഇറങ്ങിത്തിരിച്ച വ്യക്തി, but when he came halfway, എന്നാൽ അവന്റെ യാത്രയുടെ പകുതി വഴിയിൽ he stopped in Haran. അവൻ ഹാരാനിൽ And താമസിക്കുവാനിടയായി. the Bible says very clearly that Terah died in Haran. വേദപുസ്തകം വ്യക്തമായി പറയുന്നു തേരഹ് ഹാരാനിൽ മരണപ്പെട്ടു. Terah, you were not called to settle in Haran. You were called to go all the way to Canaan. തേരഹേ, നീ ഹാരാനിൽ അടക്കം ചെയ്യപ്പെടുവാനുള്ളവനല്ല, തങ്ങുവാനുള്ളവനല്ല, നീ കനാനിലേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടവനാണ്. But why did Terah stop in Haran? എന്തുകൊണ്ടാണ് ഹാരാനിൽ തേരഹ് തന്റെ യാത്ര The അവസാനിപ്പിച്ചത്? Bible does not give us a reason. വേദപുസ്തകം വ്യക്തമായി അതിനുത്തരം നൽകുന്നില്ല. But I believe like this. എന്നാൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. When Terah came to Haran, തേരഹ് ഹാരാനിലേക്ക് എത്തിയപ്പോൾ he saw the nice area. അവിടെ നല്ല പ്രദേശമായിരുന്നു. He saw fertile land. അത് നല്ല ഫലഭൂയിഷ്ടമായ He പ്രദേശമായി. saw a land of valleys and beautiful hills. താഴ്വരകളും മനോഹരമായ കുന്നുകളും നിറഞ്ഞ സ്ഥലമായിരുന്നു. Probably there were no enemies there. അവിടെ ഒരുപക്ഷെ ശത്രുക്കളും കാണുകയില്ല. So Terah would have thought to himself, I don't know how Canaan is, but now I see Haran. This is a good place. Let me stop here. ഒരുപക്ഷെ തേരഹ് ഇങ്ങനെ ചിന്തിച്ച് കാണും, കനാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്നാൽ ഇപ്പോൾ ഹാരാൻ കാണുന്നു, ഈ ഹാരാൻ വളരെ മനോഹരമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ താമസിക്കുവാൻ പോകുകയാണ്. Sadly, Terah spent rest of his life halfway. തേരഹ് തന്റെ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീടുള്ള ശിഷ്ടകാലം അവൻ ഹാരാനിൽ ശേഷിപ്പിച്ചു. Let us not be like Terah, but let us be the people who will continue our journey to the place where God has called us to. തേരഹിനെ പോലെ യാത്ര പകുതി വഴിയിൽ അവസാനിപ്പിക്കുന്നവരായിട്ടല്ല, വിളിച്ച ദൈവത്തിന്റെ നിയോഗപ്രകാരം കനാനിൽ എത്തിച്ചേരുവാനുള്ള വാഞ്ചയോടെ നമുക്കും മുന്നേറാം. If Elisha would have stayed back in Bethel or in Gilgal or in Jericho, I'm sure I would not have been preaching about Elisha today. എലീശ ഗിൽഗാലിലോ ബേഥേലിലോ തന്റെ യാത്ര അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എലീശയെ കുറിച്ച് പ്രസംഗിക്കുമായിരുന്നില്ല. Nobody preaches about Terah. ആരും തേരഹിനെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല. Terah's case was opened in the 11th chapter of Genesis and was shut in the same chapter. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ തേരഹിന്റെ ജീവിതം ആരംഭിച്ചിട്ട് അതിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് അതിന് തിരശീല വീഴുകയാണ്. But his son Abraham heard the voice of God. എന്നാൽ തേരഹിന്റെ മകനായ അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. And he set out to Canaan. അവൻ കനാനിലേക്ക് പോയി. Because he obeyed the voice of God,
അവൻ ദൈവത്തിന്റെ വചനം അനുസരിച്ചതുകൊണ്ട്, even though he was 75-year-old when he was commanded to go, he went. അവൻ 75 വയസ്സുള്ളവനായിട്ടും ദൈവത്തിന്റെ ആ വാഗ്ദത്ത വചനം അനുസരിച്ചതുകൊണ്ട് What happened? എന്തു സംഭവിച്ചു? Because he completed his journey faithfully. അവൻ തന്റെ യാത്ര വിശ്വസ്തയോടെ അവസാനിപ്പിച്ചതുകൊണ്ട്, Even today we preach about Abraham. ഇന്നും നാം അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. Abraham started in the 11th chapter of Genesis. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ യാത്ര He ആരംഭിക്കുകയാണ്. did not finish in Genesis. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രം അവസാനിക്കുന്നില്ല. You see Abraham in the entire Bible, even in the New Testament. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പോലും അബ്രഹാമിനെ കുറിച്ചുള്ള ചരിത്രം ഉറങ്ങിക്കിടക്കുന്നു. What I'm trying to tell you, ഞാൻ എന്താണ് നിങ്ങളോട് പറയുവാൻ God has called you to be a history creator, but it will happen only when you are ready to walk that faithful walk with Jesus Christ. യേശു കർത്താവിനോടൊപ്പം വിശ്വസ്തയോടെ നടക്കുവാൻ തീരുമാനിച്ചാൽ മാത്രമേ ദൈവം നിങ്ങളെ വിളിച്ചതിൻ പ്രകാരം നിങ്ങളെ ഒരു ചരിത്രം സൃഷ്ടിക്കുവാനായി ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയൂ. Terah became a history, but his son became a history creator. നാം വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ തേരഹ് ഒരു ചരിത്രമായി അവസാനിച്ചപ്പോൾ അവന്റെ മകനായ അബ്രഹാം ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു. It is your choice, my brother. അതേ സഹോദര, ഇത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. It is your choice, my sister. സഹോദരി, ഇത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നതിന് തക്കവണ്ണമാണ് പ്രാപിക്കുന്നത്. Do you want to run your race well and become a history creator, or do you just want to stop halfway and become a history? സഹോദര സഹോദരി, നിങ്ങളെ ഏൽപ്പിച്ച ഈ ഓട്ടം, നിങ്ങൾ തുടങ്ങിയ ഈ ഓട്ടം നിങ്ങൾക്ക് വിശ്വസ്തയോടെ പൂർത്തിയാക്കണമോ അതോ പാതി വഴിയിൽ ഉപേക്ഷിക്കണമോ എന്ന് തീരുമാനിക്കണം. Elisha is teaching us something. എലീശ നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. No matter what it will cost me, I will run my race faithfully. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ ഈ ഓട്ടം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. Paul says many times in the Bible that I will run my race well. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു എന്ന്. We need to run our race well. നാമും നമ്മുടെ ഓട്ടം നന്നായി തികക്കേണ്ടത് ആവശ്യമാണ്. Elisha is saying to Elijah, no matter what happens, I am coming with you to Jericho. എലീശ ഏലിയാവിനോട് പറയുന്നു, എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും ഞാൻ എരിഹോവിലേക്ക് വരികയാണ്. I am going to complete this journey with you. ഞാൻ നിന്നോടൊപ്പം ഈ യാത്ര അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. I have served you for many years. ഞാൻ നിന്നെ ദീർഘവർഷങ്ങളായി സേവിക്കുന്നു. I have been with you in Gilgal. ഞാൻ നിന്നോടൊപ്പം ഗിൽഗാലിൽ I ഉണ്ടായിരുന്നു. have been with you in Bethel. ഞാൻ നിന്നോടൊപ്പം ബേഥേലിൽ I ഉണ്ടായിരുന്നു. have been with you in the times of your hardship. നിന്റെ കഠിനമേറിയ പ്രയാസങ്ങളുടെ നടുവിൽ ഞാൻ നിന്റെ കൂടെ I ഉണ്ടായിരുന്നു. have been with you in the days of your great anointing. നിന്റെ വലിയ അഭിഷേകത്തിന്റെ ദിവസങ്ങളിൽ നാളുകളിൽ ഞാൻ നിന്നോടൊപ്പം I ഉണ്ടായിരുന്നു. have been with you in the days of your challenge. നിന്റെ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ ഞാൻ നിന്നോടൊപ്പം And I ഉണ്ടായിരുന്നു. have been with you in the days of your honor. നിന്നെ ഈ മാനിക്കപ്പെട്ട സമയങ്ങളിൽ, ആദരിക്കപ്പെട്ട സമയങ്ങളിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. Today I am not going to leave you. ഇന്ന് ഞാൻ നിന്നെ I വിട്ടുകളയുകയില്ല. have not walked this long journey with you to leave you in Bethel, but I am walking with you to Jericho. അതെ, ബഥേലിൽ ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കുകയല്ല, എരിഹോവിലും നിന്നോടൊപ്പം ഈ യാത്ര തുടരുകയാണ്. What does Jericho mean? എരിഹോ എന്താണ് ഉദ്ദേശിക്കുന്നത്? Jericho is a place of spiritual warfare. എരിഹോ എന്നതുകൊണ്ട് അത് ഒരു ആത്മീയ യുദ്ധത്തിന്റെ സ്ഥലം ആണ്. I want to tell you, we all will have a Jericho in our life. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എരിഹോവിൻ്റെതായ അനുഭവങ്ങളുണ്ട്. We all will go through spiritual warfare in our life. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ പോരാട്ടത്തിന്റെ സമയങ്ങളിലൂടെ നമുക്കും കടന്നു In a പോകേണ്ടതാണ്. Christian life, it is not always going to be a life of comfort and life of luxury, but many times we will have winds and storms and spiritual warfare. ക്രിസ്തീയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടത്തിൻ്റെതായ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് എല്ലായ്പ്പോഴും സുരക്ഷിതത്വത്തിൻ്റെയും എല്ലായ്പ്പോഴും കംഫർട്ടായിട്ടുള്ള സാഹചര്യങ്ങളും മാത്രമായിരിക്കുകയില്ല. The Bible says our fight is not with the flesh and blood, but we fight against the power and principalities of darkness. വേദപുസ്തകം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന്. So we need to fight this spiritual warfare of our life. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഈ ആത്മീയ പോരാട്ടത്തിൽ പങ്കെടുത്തേ മതിയാവുകയുള്ളൂ. Elisha is not stopping in Bethel and saying, I'm fine here, I am not ready for a fight anymore. എലീശ ഇങ്ങനെ പറയുന്നില്ല, ഞാൻ ബേഥേലിലെത്തി, ഇനി എനിക്ക് യാതൊരു പ്രയാസവുമില്ല, ഞാൻ ഇവിടെ താമസിക്കുകയാണ്. No, but if you want to grow in your anointing, if you want to grow in your spiritual life, you got to always face that spiritual warfare
warfare of your life. നിനക്ക് നിന്റെ അഭിഷേകത്തിൽ വളരണമെങ്കിൽ, നിനക്ക് നിന്റെ ശുശ്രൂഷയിൽ വളരണമെങ്കിൽ നീ ബേഥേലിൽ നിന്ന് വീണ്ടും യാത്ര തുടരണം. The Bible says in Psalms chapter 34 that the righteous will have many afflictions in their life. സങ്കീർത്തനം 34 നാം ഇങ്ങനെ വായിക്കുന്നു, നീതിമാൻ അനവധി കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? It means that we will have lot of spiritual warfare in our Christian life. ക്രിസ്തീയ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങളിലൂടെ, അനേകം ആത്മീക പോരാട്ടത്തിലൂടെ നാം കടന്നു പോകേണ്ടി വരും. But remember, when you go through this warfare, the one who has won all the battle is walking with you. നാം എന്നാൽ ഈ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇതിനെ എല്ലാം ജയിച്ചവനായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. He will never leave you, he will never forsake you. അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കുകയില്ല, നമ്മെ തള്ളിക്കളയുകയില്ല. He will give you the strength. അവിടുന്ന് നമുക്ക് ശക്തി നൽകും. But all we got to do is we got to fight this battle of spiritual warfare in our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഈ ആത്മീയ പോരാട്ടത്തിനായി ഒരുങ്ങണമെന്നുള്ളതാണ് പ്രധാന വിഷയം. In our spiritual journey we will have lots of problems. We might go through challenges, we might go through a financial crisis, we might go through sickness in our life, but remember, the one who has called you is a faithful God. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം നിരവധി പോരാട്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ ഒരുപക്ഷെ രോഗമായിരിക്കാം, പ്രതികൂലമായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം. എന്നാൽ ഒരു കാര്യം നാം ഉറപ്പാക്കുക, ഇതിനെയെല്ലാം ജയിച്ചവനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. His grace is enough. അവിടുത്തെ കൃപ നമുക്ക് മതിയായതാണ്. In this spiritual journey of ours, if we have the grace of God, it will lead us into victory. അതെ, ഈ ആത്മീയ ജീവിതത്തിൽ പ്രതികൂലത്തിന് നടുവിൽ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ നാം വിജയത്തിലേക്ക്, ആത്മീയ വിജയത്തിലേക്ക് മുന്നേറുവാനിടയാകും. Elisha is walking with Elijah to Jericho. ഇവിടെ നാം കാണുന്നത് എലീശ ഏലിയാവിനോടൊപ്പം എരീഹോവിലേക്ക് മുന്നേറുകയാണ്. Now verse 5 says like this. അതിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ Now the sons of the prophets who were at Jericho came to Elisha and said to him like this. എരീഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്നു. He already had an encounter with the sons of prophets who were discouraging him in Bethel. നാം മുന്നമേ കണ്ടു, ബethേലിൽ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുത്ത് വന്ന് അവനെ കളിയാക്കുന്നുണ്ട്. When they came and they were making fun of him and discouraging him, what did he do? He made a decision, no matter what, I will head forward. അവർ വന്ന് കളിയാക്കുകയും പരിഹസിക്കുകയും അവനെ നിരാശപ്പെടുത്തുകയും ചെയ്തപ്പോൾ എലീശ ഒരു തീരുമാനമെടുത്തു, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ബേഥേലിൽ നിന്ന് പുറപ്പെടുക തന്നെ ചെയ്യും. But now again we see sons of prophet of Jericho coming to him. എന്നാൽ ഇവിടെ എരീഹോവിലും പ്രവാചക ശിഷ്യന്മാർ അവന്റെ അടുത്തേക്ക് വരുന്നു. You will have the same challenges or bigger challenges as you move forward in your spiritual life. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ മുന്നമേ ഉള്ളതുപോലെയോ അല്ലെ അതിലും ഏറെയായിട്ടുള്ള പ്രതിസന്ധികൾ ഒരുപക്ഷെ നേരിട്ടേക്കാം. Because the enemy doesn't want you to have success in your life. കാരണം ശത്രുവായ പിശാച് നിങ്ങൾ മുന്നേറുന്നതിൽ സന്തോഷിക്കുന്നില്ല. Because he knows the further you go in your journey, you will be more anointed and you will be a big threat to him. കാരണം അവൻ അറിയാം, നിങ്ങൾ മുന്നോട്ട് പോകുന്തോറും നിങ്ങൾ കൂടുതൽ അഭിഷേകത്തിൽ മുന്നേറുവാൻ ഇടയായിത്തീരും. But let us not look at those people who are discouraging us. Let us not look at the situation that is trying to demoralize us. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിങ്ങളെ നിരാശപ്പെടുത്തുന്നവരുടെ വാക്ക് കേൾക്കാതെ, അവരെ ഗണ്യമാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. And now the sons of prophets comes to Elisha and said to him, do you know your master is going to be taken away from you? എരീഹോവിൽ എത്തിയപ്പോഴും അവിടെയും പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ യജമാനെ എടുത്തുകൊള്ളപ്പെടുന്നത് നിനക്കറിയാമോ? Oh, why are you walking behind him? എന്തുകൊണ്ടാണ് അവന്റെ പിന്നാലെ അവർ You have നടക്കുന്നത്? walked with him for so many years. അതെ, ദീർഘദൂരം അവന്റെ പിന്നാലെ നീ നടന്നതല്ലേ? These many years you have been serving him. ഇത്രയും വർഷമായി നീ അവന്റെ പിന്നാലെ നീ അവനെ അനുഗമിക്കുകയല്ലേ? What did you gain? നിനക്ക് എന്താണ് ലഭിച്ചത്? Oh, even before you started following Elisha, at least you had a farm, at least you had some animals and cattle, and you could have enjoyed that life. അവർ എലീശയോട് ചോദിക്കുകയാണ്, എലിയാവിനെ നീ പിൻപറ്റുന്നതിന് മുന്നമേ നിന്റെ പക്കൽ ധനസമ്പത്തുണ്ടായിരുന്നു, കന്നുകാലി ഉണ്ടായിരുന്നു, നിനക്ക് ആവശ്യമുള്ളതെല്ലാം അന്ന് ഉണ്ടായിരുന്നു. But now what do you have? എന്നാൽ ഇപ്പോൾ നിനക്ക് എന്താണ് ഉള്ളത്? You are walking like a madman behind him. നീ അവനെ പിൻപറ്റുന്ന
ചുറ്റുന്നത് ഒരു ഭ്രാന്തനെ പോലെയാണ്. Don't waste your time any further. ഇനിയും നീ സമയം ചെലവഴിക്കരുത്. It is better you go back and save your time. അതെ, ഇനിയെങ്കിലും നീ മടങ്ങിപ്പോയി നിന്റെ സമയം നീ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. Didn't you learn from your past experience? നീ ഇതുവരെയും നീ നിന്റെ പഴയകാല അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചില്ലേ? Why you want to walk with him? ഇനിയും എന്തുകൊണ്ടാണ് അവനോടൊപ്പം നടക്കണമെന്ന് A ചിന്തിക്കുന്നത്? little while from now he will be taken away. അല്പനേരം കഴിയുമ്പോൾ നിന്നിൽ നിന്ന് അവൻ എടുക്കപ്പെടും. And you will be left alone. അപ്പോൾ നീ ഏകനായി തീരും. You will not get anything from him. അവനിൽ നിന്ന് നിനക്കൊന്നും ലഭിക്കുകയില്ല. He has nothing to give you. അവന് നിനക്ക് തരുവാനായി അവന്റെ പക്കൽ ഒന്നുമില്ല. Do you look at Elijah? He doesn't have anything that he can give you. അതെ, നീ ഏലിയാവിനെ നോക്കുക, നിനക്ക് തരുവാനായി അവന്റെ പക്കൽ ഒന്നുമില്ല. So people would have been making fun and discouraging him. അതെ, ആളുകൾ അവന്റെ ചുറ്റും നിന്ന് ആളുകൾ അവനെ പരിഹസിച്ചു കാണും, നിന്ദിച്ചു കാണും. But Elisha fought this battle there. എന്നാൽ ഏലീശ ഈ യുദ്ധത്തെ, ഈ ആത്മീയ പോരാട്ടത്തെ ജയിക്കുവാനിടയായി. What is Elisha saying? എലീശ എന്താണ് അവിടെ He's പറയുന്നത്? looking at them. അവൻ അവരെ നോക്കിക്കൊണ്ട്, And he's saying, you be quiet. നിങ്ങൾ മിണ്ടാതെ ഇരിക്കുവിൻ. You don't have to advise me. നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട You ആവശ്യമില്ല. don't have to tell me what I should do. ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണ്ട. I know what I have to do. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. I have made a decision. ഞാനൊരു തീരുമാനം I എടുത്തിട്ടുണ്ട്. will follow this man as long as I see him. ഞാൻ അവനെ കാണുന്നിടത്തോളം കാലം ഞാൻ അവനെ തന്നെ അനുഗമിക്കും. You are looking for the worldly things, and that is not what I am looking at. നിങ്ങൾ ഒരുപക്ഷെ ലോകത്തിലുള്ള കാര്യങ്ങളായിരിക്കും നോക്കുന്നത്, ഞാനത് അന്വേഷിക്കുന്നില്ല. Yes, he doesn't have money. അതെ, അവന്റെ പക്കൽ പണമില്ല. Yes, he doesn't have property. അതെ, അവന്റെ പക്കൽ വസ്തുവകകളില്ല. Yes, he doesn't have a position. അതെ, അവന് സ്ഥാനമാനങ്ങളില്ല. He doesn't have anything that you are looking for. അതെ, നിങ്ങൾ അന്വേഷിക്കുന്നത് ഒന്നും അവനിൽ കാണുന്നില്ല. But listen to me, my friends. എന്നാൽ എന്റെ പ്രിയ സ്നേഹിതരെ ഒന്ന് കേൾക്കുക. Elisha is saying, എലീശ ഇങ്ങനെ പറയുകയാണ്, you are looking for something different, but I am looking for something different. നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യമല്ല ഞാൻ അന്വേഷിക്കുന്നത്. I am looking something in him which the money cannot buy. അതെ, പണത്തിന് വാങ്ങുവാൻ കഴിയാത്ത ചിലതാണ് ഞാൻ അന്വേഷിക്കുന്നത്. I am looking at him something that world cannot give. ലോകത്തിന് നൽകുവാൻ കഴിയാത്ത ഒന്നാണ് ഞാൻ അവനിൽ കാണുന്നത്. I am walking behind him. I am walking this journey with him so that I will be anointed. ഞാൻ അവനെ പിന്തുടരുന്നത്, ഞാൻ അവന്റെ പിന്നാലെ പോകുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ആ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ്. If I will get the anointing that my master carries, that is bigger than the entire universe. എന്റെ യജമാനൻ വഹിക്കുന്ന ആ അഭിഷേകം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനും തരുവാൻ കഴിയാത്തതിനും അപ്പുറത്തുള്ള ഒരു അഭിഷേകമാണ്. For last many years I have been his disciple. അതെ, കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാൻ അവന്റെ ശിഷ്യനാണ്. I have washed his clothes. ഞാൻ അവന്റെ വസ്ത്രങ്ങൾ കഴുകി I have കൊടുത്തിട്ടുണ്ട്. polished his sandals. ഞാൻ അവന്റെ ചെരുപ്പുകൾ വൃത്തിയാക്കിയിട്ടുണ്ട്. I have cooked food for him. ഞാൻ അവന് ആഹാരം വെച്ചു I കൊടുത്തിട്ടുണ്ട്. have done everything for him. ഞാൻ അവന് വേണ്ടി എല്ലാം ചെയ്തു I കൊടുത്തിട്ടുണ്ട്. have been a faithful servant of my master. ഞാൻ അവന്റെ ഒരു വിശ്വസ്തനായ ശുശ്രൂഷകനായിരുന്നു. Not because I wanted something in worldly return from him. ലോകത്തിന് നൽകുവാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. No, but for these many years I have been serving him and I have been following him because I know the anointing that he carries. ഈ കാലം മുഴുവനും ഞാൻ അവനെ ശുശ്രൂഷിച്ചത് അവന് ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത ചിലത് അവന്റെ പക്കലുണ്ടെന്നുള്ളതാണ്. I am following him for the anointing that he is carrying. അവൻ കൊണ്ടു നടക്കുന്ന, അവൻ വഹിക്കുന്ന അഭിഷേകത്തിന് വേണ്ടിയാണ് ഞാൻ അവന്റെ പിന്നാലെ നടക്കുന്നത്. My brothers and sisters, എന്റെ സഹോദര സഹോദരി, you got to follow Jesus for the anointing that you need in your life. നിങ്ങൾ യേശു കർത്താവിനെ പിന്തുടരുന്നത് അവന്റെ അഭിഷേകം കൊതിച്ചുകൊണ്ടാകണം. I want to tell you something today. ഞാൻ ഇന്ന് നിങ്ങളോട് ചിലത് പറയട്ടെ. Today I was talking to my brothers and sisters in my office. എന്റെ ഓഫീസിലെ പ്രിയപ്പെട്ടവരുമായി ഞാൻ ഇന്ന് രാവിലെ സംസാരിക്കുകയാണ്. And I told them like this. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, The anointing that you receive from God is bigger than anything in this universe. ഈ ലോകത്തിലുള്ള സകലത്തെക്കാളും വലുതാണ് സ്വർഗ്ഗത്തിലെ ദൈവം നൽകുന്ന അഭിഷേകം. Your money has limit. നിങ്ങളുടെ പണത്തിന് പരിമിതിയുണ്ട്. Everything in this world. ലോകത്തിലുള്ള സകലത്തിനും പരിമിതികളുണ്ട്. But the anointing of God that rests upon you can break every yoke of your life. എന്നാൽ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം സകല നുകത്തെയും തകർക്കുന്നതാണ്. Not by might, not by strength, but by the Spirit of God. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലത്രേ. Today let us run forward, let us continue our journey just because we need the anointing of the Holy Spirit in our life. അതെ, നമുക്ക് ശക്തിയോടെ മുന്നോട്ട് പോകാം, കാരണം നമുക്ക് ഈ ഒരു അഭിഷേകം ആവശ്യമാണ്. Elisha is saying to the sons of the prophets, എലീശ ഈ
പ്രവാചക ശിഷ്യന്മാരോട് പറയുകയാണ്, I don't want anything of this world. ഈ ലോകത്തിലുള്ള ഒന്നും എനിക്ക് ആവശ്യമില്ല. I am following this man because I know what I can receive from him. ഈ മനുഷ്യനെ ഞാൻ പിൻപറ്റുന്നതിന് കാരണം എനിക്കറിയാം അവനിലുള്ള അഭിഷേകം എന്താണെന്ന്. He is fighting a spiritual battle in Jericho with the people. എലീശ എരിഹോവിൽ ഒരു ആത്മീയ യുദ്ധത്തിൽ Many ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. times in our spiritual walk, in our spiritual journey, we will face many spiritual warfare, but we got to fight them and God will give us the strength. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാമും പലപ്പോഴും ഈ ആത്മീയ പോരാട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ അതിനെ ജയിക്കുക തന്നെ ചെയ്യും. The devil will ask you many questions. ശത്രുവായ പിശാച് നമ്മോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. He may throw sickness in your body. ഒരുപക്ഷെ അവൻ നിങ്ങളുടെ ശരീരത്തിൽ രോഗം വരുത്തിയേക്കാം. He may bring financial crisis in your life. ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നേക്കാം. Many problems will come, but in between that you got to fight the spiritual battle and you got to say, I will continue my journey because I know the anointing that I will receive will break every problem that I face today. എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി സ്വർഗ്ഗത്തിലെ ദൈവം നൽകും. അപ്പോൾ നിങ്ങൾക്ക് പറയുവാൻ കഴിയും, എൻ്റെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ എനിക്ക് മുന്നേറുവാൻ കഴിയുമെന്ന്. And now what happens? എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? In Jericho, എരിഹോവിൽ Elijah again starts talking to Elisha. ഏലിയാവ് എലീശയോട് സംസാരിക്കുവാൻ. And verse 6 says like this. അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, Elijah said to Elisha, ഏലിയാവ് എലീശയോട് പറഞ്ഞു, stay here please, ഇവിടെ താമസിച്ചുകൊള്ളുക. for the Lord has sent me unto Jordan. യഹോവ എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു. I am being sent to Jordan. എന്നെ ദൈവം യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു. Elijah is saying to Elisha, ഏലിയാവ് എലീശയോട് പറയുക, you have served me for many years. നീ എന്നെ നിരവധി വർഷങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. You have been with me in Gilgal. നീ ഗിൽഗാൽ എന്നോടൊപ്പം You ഉണ്ടായിരുന്നു. walked all the way to Bethel. നീ ബേഥേലിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. You did not stop there. You came to Jericho. നീ ബേഥേലിൽ തങ്ങാതെ നീ എരിഹോവിലേക്ക് എത്തിച്ചേർന്നു. You fought your battle there. നീ അവിടെ നിന്റെ ആത്മീയ യുദ്ധം നീ പോരാടി. But my son, now I need to go to Jordan. എന്നാൽ ഇപ്പോൾ എനിക്ക് യോർദാനിലേക്ക് പോകണം. That is where God is calling me. അവിടത്തേക്കാണ് ദൈവം എന്നെ വിളിക്കുന്നത്. It is good that you stay back here. അതുകൊണ്ട് നീ ഇവിടെ താമസിച്ചുകൊള്ളുക. You have already won your spiritual battle. You stay back here. നീ ഇവിടെ ആത്മീയ യുദ്ധം ജയിച്ച സ്ഥലമാണ്. അതുകൊണ്ട് നീ ഇവിടെ താമസിച്ചു. You will be fruitful in your ministry. നീ നിന്റെ ശുശ്രൂഷയിൽ നീ ഫലവത്തായി തീരും. You stay back here. Let me go to Jordan. നീ ഇവിടെ താമസിച്ചുകൊള്ളുക, ഞാൻ യോർദാനിലേക്ക് പോകട്ടെ. But Elisha has made his decision. എന്നാൽ എലീശ തന്റെ തീരുമാനം മുന്നമേ എടുത്തിരുന്നു. He took the decision in Bethel. അവൻ ബേഥേലിൽ വെച്ച് തന്റെ തീരുമാനം No എടുത്തു. matter what, I'm not going to stop. എന്തെല്ലാം വന്നാലും ഞാൻ എന്റെ യാത്ര അവസാനിപ്പിക്കുകയില്ല. We got to be determined on the decision that we have made. നാം എടുക്കുന്ന തീരുമാനത്തിൽ നാം ഉറച്ചു നിൽക്കണം. No matter what happens, we are not going to stop. We are going to go forward. എന്തെല്ലാം വന്നാലും നാം മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നാം നിന്ന് പോകരുത്. And so he says to Elijah, അതുകൊണ്ട് എലീശ എലിയാവിനോട് പറഞ്ഞു, he says, no, I'm coming with you. I will not leave you. അവൻ പിന്നെയും പറയുന്നു, ഞാൻ ഇവിടെ താമസിക്കുകയില്ല, ഞാൻ നിന്നോടൊപ്പം വരികയാണ്. So both of them went together to Jordan. അതുകൊണ്ട് അവർ രണ്ടുപേരും യോർദാനിലേക്ക് എത്തിച്ചേർന്നു. Now you see the beauty here. ഇവിടെ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വേദഭാഗം കാണുവാൻ കഴിയും. Verse 7 says like this. അതിന്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 50 men of the sons of the prophets went out and stood facing them at a distance. പ്രവാചകന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. They did not have the strength to come near Elisha anymore. അവർക്ക് ഏലിയാവിനെ കാണുവാനുള്ള ശക്തിയില്ലായിരുന്നു. They came to Elisha in Bethel. അവർ എലീശയുടെ അടുത്ത് ബേഥേലിൽ എത്തിച്ചേർന്നു. They came to Elisha in Jericho. അവർ എരിഹോവിൽ വെച്ച് എലീശയുടെ അടുത്ത് So എത്തിച്ചേർന്നു. in both the place they came and counseled and discouraged Elisha from going further. രണ്ട് സ്ഥലത്തും മുന്നോട്ട് പോകുന്നതിൽ നിന്ന് എലീശയെ നിരാശപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചു. But once he has won the battle, എന്നാൽ ഈ ആത്മീക പോരാട്ടം അവൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ these people don't have the strength to come near him. എന്നാൽ
ഇപ്പോൾ അവർക്ക് അവന്റെ അടുത്തേക്ക് വരുവാനുള്ള ശക്തി പോലെ They knew that nothing can stop this man now. അവർക്കിപ്പോൾ തിരിച്ചറിയാം യാതൊന്നിനും അവനെ തടയുവാൻ So they are കഴിയില്ല. looking from far away. അവർ ദൂരത്ത് നിന്ന് അവനെ നോക്കി. Your enemy will not have the power to come near to you once you have made the decision and you have fought your spiritual warfare. നിങ്ങൾ തീരുമാനമെടുത്ത് ദൈവത്തിന്റെ സന്നിധി നിൽക്കുകയും ആത്മീയ യുദ്ധം പോരാട്ടം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ശത്രുവിന് നിങ്ങളുടെ നേരെ നിൽക്കുവാൻ The കഴിയുകയില്ല. Bible says, resist the devil and he will flee from you. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. And now they are in Jordan. അവരിപ്പോൾ യോർദാനിലാണ്. What is Jordan? യോർദാൻ എന്താണ് നമ്മെ കാണിക്കുന്നത്? Jordan is a place to receive vision of your life. യോർദാൻ നമ്മെ പഠിപ്പിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിന്റെ ദർശനം നമ്മെ കാണിക്കുന്ന Oh, I സ്ഥലമാണ്. can preach about it for next 2 hours. അടുത്ത 2 മണിക്കൂറോളം എനിക്ക് ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുവാനുണ്ട്. Here comes Elisha to the place of vision. ഇവിടെ നാം കാണുന്നത് എലീശ തന്റെ ദർശനത്തിന്റെ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. Let me ask you, do you have a vision for your life, for your business, for your family, for your children, for your ministry? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ദർശനമുണ്ടോ? Let us come to Jordan to get a vision from the Lord. അതെ, നിങ്ങൾ യോർദാനിലേക്ക് എത്തിച്ചേർന്ന ദൈവത്തിൽ നിന്നൊരു ദർശനം പ്രാപിക്കുക. Proverbs chapter 29 talks about vision. സദൃശവാക്യങ്ങൾ 29-ാം അധ്യായത്തിൽ നാം ദർശനത്തെക്കുറിച്ച് വായിക്കുന്നു. It says people perish for the lack of vision. ദർശനം ഇല്ലാകയാൽ ജനം നശിച്ചു പോകുന്നുവെന്ന് നാം വായിക്കുന്നു. We got to be people with vision in our life. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദർശനമുണ്ടായിരിക്കട്ടെ. We got to move forward with the vision that God has given in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ദർശനങ്ങളുമായി നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയട്ടെ. In the book of Habakkuk chapter 2 it says to run with your vision. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നീ ദർശനവുമായി ഓടിപ്പോക. Do you have a vision? നിങ്ങൾക്ക് ഒരു ദർശനമുണ്ടോ? You need to have a vision. നിങ്ങൾക്ക് ഒരു ദർശനമുണ്ടായിരിക്കണം. We need to ask God to give us a vision in our life. നമ്മുടെ ജീവിതത്തിലും ഒരു ദർശനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. In Psalms chapter 20 verse 4 we read like this. സങ്കീർത്തനം 20:4 നാം ഇങ്ങനെ He വായിക്കുന്നു, will fulfill all the desires of our heart. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് നിവർത്തിച്ചു തരുന്നു. But you got to have a desire in your heart. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. So Elijah and Elisha come to a place of vision. എലീശയും ഏലിയാവും ഇപ്പോൾ എത്തിയിരിക്കുന്നത് ദർശനം പ്രാപിക്കുന്ന ഒരു സ്ഥലത്താണ്. And now in verse 8 we read like this. അതിന്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, Elijah took his mantle, rolled it up and struck on the water. ഏലിയാവ് തന്റെ പുതപ്പ് എടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. And it divided the water in 2 parts. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. They went to the other side. അവർ ഇരുവരും അടുത്ത അക്കരയ്ക്ക് കടന്നു. You need to see something very, very beautiful here. ഇവിടെ വളരെ മനോഹരമായ ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. Number 1, the sons of the prophets did not have the strength to come near Elisha. ഒന്നാമതായി പ്രവാചക ശിഷ്യന്മാർക്ക് എലീശയുടെ അടുത്ത് വരുവാനുള്ള ധൈര്യമില്ലായിരുന്നു. Number 2, Elijah is no more saying to Elisha, you stay back on this side of Jordan. ഇവിടെ നാം കാണുന്നുണ്ട്, രണ്ടാമതായി കാണുന്നു, ഏലിയാവ് പിന്നെയും പറയുന്നില്ല നീ ഇവിടെ താമസിച്ചു കൊള്ളുക എന്ന്. In Gilgal he said to Elisha, stay back. ഗിൽഗാലിൽ വെച്ച് ഏലിയാവ് എലീശയോട് പറഞ്ഞു നീ ഇവിടെ താമസിച്ചു കൊള്ളുക. In Bethel he said the same thing. ബേഥേലിൽ വെച്ചും അതേ കാര്യം തന്നെ എലീശയോട് പറഞ്ഞു. He said the same thing in Jericho. യെരിഹോവിൽ എത്തിയപ്പോഴും ഏലിയാവ് എലീശയോട് അത് തന്നെ But പറഞ്ഞു. once they are in Jordan, എന്നാൽ ഇപ്പോൾ അവർ യോർദാനിൽ എത്തിയപ്പോൾ, when he has a vision in his life, അവന്റെ ജീവിതത്തിൽ അവൻ ദർശനം പ്രാപിച്ചു കഴിഞ്ഞു. Elijah knew that there's no point in saying him to stay back now. ഏലിയാവിന് ഒരു കാര്യം മനസ്സിലായി, ഇനിയും അവനോട് ഇവിടെ തങ്ങുവീൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. Why? എന്തുകൊണ്ടാണ്? Because nobody can stop a visionary. അതെ, ഒരു ദർശനമുള്ള ഒരുവനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. Nobody can stop a visionary. ഒരു ദർശനമുള്ള വ്യക്തിയെ തടയുവാൻ ആർക്കും കഴിയില്ല. My brother, എന്റെ സഹോദര, my sister, എന്റെ പ്രിയ സഹോദരി, if you have a vision, nothing of this world can stop you. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ദർശനമുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള യാതൊന്നിനും നിങ്ങളെ തടയുവാൻ Now they കഴിയുകയില്ല. both crossed to the other side. ഇവർ രണ്ടുപേരും യോർദാൻ അക്കരെ കടന്നു. And now Elijah asked him a question. ഇപ്പോൾ എലീശ ഒരു ചോദ്യം ചോദിച്ചു. Ask, what can I do for you?
ഇപ്പോൾ എലിയാവ് ഒരു ചോദ്യം ചോദിച്ചു, Ask, what can I do for you? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം? This was the question Elisha was waiting for these many years. ഈ നീണ്ട കാലഘട്ടം, ഈ നീണ്ട വർഷങ്ങൾ എലീശ കാത്തിരുന്നത് ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയായിരുന്നു. He never asked anything all his life. അവൻ തൻ്റെ ഈ ജീവിതകാലത്ത് ഒരിക്കൽ പോലും എലിയാവ് എലീശയോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല. Elisha never asked anything. എലീശ ഒരിക്കൽ പോലും എലിയാവിനോട് ചോദിച്ചതുമില്ല. Just served him. ഉപാധികളൊന്നുമില്ലാതെ അവനെ ശുശ്രൂഷിച്ചു. In Bethel he did not ask anything. ബേഥേലിൽ വെച്ച് അവനൊന്നും ചോദിച്ചില്ല. In Gilgal he did not ask anything. ഗിൽഗാലിൽ വെച്ച് അവൻ യാതൊന്നും ചോദിച്ചില്ല. In Jordan he did not ask anything. യോർദാനിൽ വെച്ച് അവൻ യാതൊന്നും ചോദിച്ചില്ല. He did not say, Master, you go forward, I'll just stay here, just give me this and you go forward. നീ അവിടെ എന്തെങ്കിലും തരിക, ഞാനിവിടെ നിന്നുകൊള്ളാം, നീ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക എന്ന് അവൻ പറഞ്ഞില്ല. But he was waiting for his master to ask this question. ഈ ചോദ്യത്തിനായി അവൻ കാത്തിരിക്കുകയായിരുന്നു. What can I do for you? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? And Elisha, അപ്പോൾ എലിയാവ്, a man of vision, ദർശനം പ്രാപിച്ച മനുഷ്യൻ, he's saying like this, അവനിങ്ങനെ പറയുന്നു, I need the double portion. എനിക്ക് ഇരട്ടി പങ്ക് വേണം. I need the double portion of the spirit you have. നിനക്കുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. I think I would have never asked this. ഞാനായിരുന്നെങ്കിൽ അത് ചോദിക്കുമായിരുന്നില്ല. I would have said, Master, give me whatever you can. നിനക്ക് എന്ത് കഴിയുമോ അതെനിക്ക് തന്നാട്ടെ എന്ന് ഞാൻ പറയുമായിരുന്നു. These many years in this journey, Elisha was just waiting for this opportunity. ഈ യാത്ര മുഴുവൻ ചെയ്തതും ഈ ദീർഘകാലം അവനെ ശുശ്രൂഷിച്ചതും ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയായിരുന്നു. And he said, double portion, Lord. അവൻ യജമാനോട് പറയുകയാണ്, എനിക്ക് വേണ്ടത് ഇരട്ടി പങ്കാണ്. He was not ashamed. He was not hesitant to put forward the vision he had in his life. തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ദർശനം മുന്നോട്ട് വെക്കുന്നതിൽ അവൻ ഒട്ടും മടി കാണിച്ചില്ല. He said, I need your double portion. എനിക്ക് വേണ്ടത് നിന്റെ ഇരട്ടി പങ്കാണ്. In Gospel of Mark chapter 10, മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ Jesus asked Bartimaeus, what do you want? യേശു കർത്താവ് ബർത്തിമായോട് ചോദിക്കുന്നു, നിനക്ക് എന്തു വേണം? And he said, so that I may see. അവൻ പറയുന്നു, എനിക്ക് കാണണം. Today Jesus is asking you, ഇന്ന് യേശു കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ്, what can I do for you? ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? Do you dare to ask him today? ഇന്ന് നിങ്ങൾ അതിനോട് ചോദിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. Do you dare to ask today? ഇന്ന് നിങ്ങൾക്ക് ചോദിക്കുവാൻ നിങ്ങൾക്ക് Ask ധൈര്യമുണ്ടായിരിക്കട്ടെ. what you want to ask your master. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും യജമാനനോട് ചോദിച്ചു കൊള്ളുക. Ask whatever you want to ask. നിനക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും ചോദിച്ചു കൊള്ളുക. You want healing from your cancer? നിങ്ങൾക്ക് ക്യാൻസറിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം വേണമോ? You want to repay your loan? നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു കൊള്ളുക. You want to repay your loan? നിങ്ങളുടെ ലോൺ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കണമോ? You want a bigger and a new house? നിങ്ങൾക്ക് ഒരു പുതിയതും വലുതുമായ ഒരു ഭവനം You ആവശ്യമാണ്? want to become a doctor? നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊരു ഡോക്ടർ ആകണമോ? I don't know what you want. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും അത് ചോദിച്ചു കൊള്ളുക. Ask him അവനോട് ചോദിച്ചു കൊള്ളുക. and he will give it to you. അവിടുന്ന് നിങ്ങൾക്ക് നൽകി തരും. Walk your journey with Jesus. യേശു കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുക. From Gilgal, let's come to Bethel. അതെ, ഗിൽഗാലിൽ നിന്ന് ബethേലിലേക്ക്. From Bethel, let us come to Jericho. ബethേലിൽ നിന്ന് ജെരീക്കോവിലേക്ക്. Let's come to Jordan. യെരിഹോവിൽ നിന്ന് യോർദാനിലേക്ക്. Let's come to the other side of Jordan where our visions will be accomplished. നമ്മുടെ ദർശനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന മറുകരയിലേക്ക്, അക്കരയിലേക്ക് അവിടെ നിന്ന് നമുക്ക് I പോകാം. want to pray for you right now. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Ask to dare a big thing. അത് ദൈവത്തോട് വൻകാര്യങ്ങളെ ചോദിക്കുന്നതിൽ നിന്ന് ധൈര്യമുള്ളവരാകുക. He is going to do it right now. ഇപ്പോൾ കർത്താവ് അത് നിങ്ങൾക്കായി ചെയ്യുവാൻ പോകും. Father, in the name of Jesus, പിതാവേ, പുത്രനായ യേശുവിൻ നാമത്തിൽ I pray for my brothers and sisters. എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Cast a vision in their heart, O Master, അവരുടെ ഹൃദയത്തിൽ വലിയ ദർശനങ്ങൾ ഉണ്ടാകും. and let those visions be accomplished. ആ ദർശനങ്ങളൊക്കെയും പൂർത്തീകരണത്തിലേക്ക് എത്തട്ടെ. I pray let impossible become possible in their life. അവരുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായി തീരട്ടെ. Let them sing songs of victory. അവർ വിജയത്തിന്റെ പാട്ടുകൾ പാടുവാൻ ഇടയാകട്ടെ. In Jesus' name. യേശു ക്രിസ്തുവിൻ നാമത്തിൽ. Amen and amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ We അനുഗ്രഹിക്കുമാറാകട്ടെ. pray for you every day. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നു. But if you have specific prayer requests, എന്നാൽ നിങ്ങൾക്കൊരു പ്രത്യേക പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ do not hesitate to call us or write to us. ഞങ്ങളെ
ഞങ്ങളെ വിളിക്കുവാനോ ഞങ്ങൾക്ക് കത്തെഴുതുവാനോ മടിക്കരുത്. We promise that we will pray for you. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. Once again, thank you for your partnership. നിങ്ങളുടെ സഹകരണത്തിന് ഞാൻ നന്ദി പറയുന്നു. Amen.